CPI-ക്കെതിരായ ചതിയൻ ചന്തു പരാമർശത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ തള്ളി CPIM. പാർട്ടിക്ക് അങ്ങനെ അഭിപ്രായമില്ലെന്നും മറ്റാരെങ്കിലും പറഞ്ഞതിൽ CPIM-ന് ഉത്തരവാദിത്തമില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശന്റെ മതനിരപേക്ഷ നിലപാടുകളെയാണ് പാർട്ടി സ്വാഗതം ചെയ്തിട്ടുള്ളതെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഞങ്ങൾക്ക് അങ്ങനെ നിലപാടില്ല. ഞങ്ങൾ ആരുടെയെങ്കിലും നിലപാട് അന്വേഷിച്ചിട്ട് നോക്കുന്ന നിലപാടല്ലല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുണ്ട്. CPI-യും ഞങ്ങളും തമ്മിലാണ് ഏറ്റവും നല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ എന്ന രീതിയിലുള്ള ഐക്യം. ആ ഐക്യം തുടർന്ന് മുമ്പോട്ടേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങളല്ലല്ലോ. അത് ഉത്തരം പറയേണ്ടത് വെള്ളാപ്പള്ളി നടേശൻ തന്നെ ചോദിക്കുക ഉത്തരം പറയുക. വെള്ളാപ്പള്ളി നടേശൻ എടുക്കുന്ന മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടിയുള്ള നമ്മുടെ നാടിൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ നിലപാടുകളോട് സമീപനങ്ങളോട് CPIM-ന് എല്ലാ കാലത്തും യോജിപ്പാണ്. ആ യോജിപ്പ് ഇപ്പോഴും തുടരും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ അദ്ദേഹം എടുക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വമൊന്നും CPIM ഏറ്റെടുക്കേണ്ട കാര്യം. വിവരങ്ങളുമായി ഇപ്പോൾ ശ്രീജിത്ത് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഈ ചതിയൻ ചന്തു പരാമർശത്തെ വെള്ളാപ്പള്ളിയെ തള്ളുകയാണല്ലോ CPIM. എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജിത്ത്? ഉന്മേഷ്, തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പ്രധാനപ്പെട്ട കാരണം വെള്ളാപ്പള്ളിയുമായുള്ള ചെങ്ങാത്തമാണെന്നും വെള്ളാപ്പള്ളിയും കയറ്റി ആഗോള അയ്യപ്പ സംഗമത്തിന് പോയതാണെന്നുമുള്ള വിമർശനം നിലനിൽക്കുമ്പോഴാണ് വെള്ളാപ്പള്ളി CPI-ക്കെതിരെ ഒരു കടുത്ത പരാമർശം നടത്തിയത്. വെള്ളാപ്പള്ളി ഇന്നലെ വർക്കല ശിവഗിരിയിൽ നടത്തിയ പ്രതികരണത്തിൽ CPI-യെ ചതിയൻ ചന്തു എന്നാണ് വിളിച്ചത്. മുഖ്യമന്ത്രിക്കെതിരെ CPI-യുടെ പാർട്ടി കമ്മിറ്റികൾ നടന്ന വിമർശനങ്ങൾ ചൂണ്ടിക്കാണിച്ച് കൊണ്ടായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഈ പരാമർശം. എന്നാൽ ആ ചതിയൻ ചന്തു പരാമർശത്തിന് ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി അതേ നാണയത്തിൽ മറുപടി നൽകി. ഇപ്പോൾ CPIM-ഉം വെള്ളാപ്പള്ളി നടേശനെ പാടെ തള്ളുകയാണ്. അടുത്ത കാലത്തായി വെള്ളാപ്പള്ളി നടേശനെ തിരുത്തുന്ന നിലപാട് CPIM-ൻ്റെയോ നേതാക്കളോ മുഖ്യമന്ത്രിയോ സ്വീകരിച്ചിരുന്നില്ല എങ്കിൽ കൂടി ഈ CPI-ക്കെതിരായ പരാമർശത്തെ തിരുത്താൻ CPIM-ഉം നിർബന്ധിതമായിരിക്കുന്നുവെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കാരണം ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന നീതീകരിക്കാൻ കഴിയുന്നതല്ല എന്ന വികാരം CPIM-നും CPI-ക്കകത്തുമെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രസ്താവനയെ തള്ളിപ്പറയാൻ അവർ തീരുമാനിച്ചു എന്നതാണ് ഇതിൻ്റെ രാഷ്ട്രീയം. എന്നാൽ നേരത്തെ മുഖ്യമന്ത്രി സ്വീകരിച്ച സമീപനം ഇതിൽ നിന്ന് പാടെ വ്യത്യസ്തമായിരുന്നു. വെള്ളാപ്പള്ളി നടേശനുമായി ഒന്നിച്ച് കാറിൽ പോയതിൽ തെറ്റില്ല, അതിൽ അപാകതയുള്ളതായി താൻ കാണുന്നില്ല എന്നാണ് കഴിഞ്ഞ ബുധനാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ഒപ്പം തന്നെ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ വർഗീയ പരാമർശത്തെ പൂർണ്ണമായും നിരാകരിക്കാനോ തള്ളിപ്പറയാനോ പിണറായി തയ്യാറായുമില്ല. ഈ ഘട്ടത്തിലാണ് CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയുന്നതിന് രാഷ്ട്രീയ പ്രസക്തി വർദ്ധിക്കുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ ഇത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു വലിയ തിരിച്ചടിയുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങളുണ്ട്. അപ്പോൾ ആ ബോധ്യത്തിന്റെ എല്ലാം അടിസ്ഥാനത്തിലുള്ള ഒരു നിലപാട് പ്രഖ്യാപനം എന്നുള്ളതാണോ വായിച്ചെടുക്കേണ്ടത്? കാരണം ഈ വർഗീയ പരാമർശം നടത്തുന്ന വെള്ളാപ്പള്ളിയെ നേരത്തെ CPIM തള്ളുന്നുവെന്നും നമ്മൾ കണ്ടതോ കേട്ടതോ ഇല്ലല്ലോ ശ്രീജിത്ത്. ഉന്മേഷ, തീർച്ചയായും തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം നൽകിയ തിരിച്ചടിയുടെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരമൊരു സമീപനത്തിലേക്ക് CPIM സംസ്ഥാന സെക്രട്ടറി വന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ മലപ്പുറം ജില്ലയ്ക്കെതിരെയും മുസ്ലിം ജനവിഭാഗത്തിനെതിരെയും മറ്റും വളരെ രൂക്ഷമായ കടുത്ത പരാമർശങ്ങളാണ് വെള്ളാപ്പള്ളിയിൽ നിന്നുണ്ടായത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ പോലും വെള്ളാപ്പള്ളി നടേശൻ ആ പ്രതികരണങ്ങൾ ആവർത്തിച്ചു. ആ ഘട്ടത്തിലൊന്നും CPIM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആരും വെള്ളാപ്പള്ളിയെ തിരുത്താൻ തയ്യാറായില്ല. എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ഇതാദ്യമായി അദ്ദേഹത്തെ തിരുത്താൻ തയ്യാറായിരിക്കുന്നു. MV ഗോവിന്ദന്റെ പ്രസ്താവനയിലെ ഒരു വാചകം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ച മതനിരപേക്ഷ ജനാധിപത്യ നിലപാടുകളെയാണ് തങ്ങൾ സ്വാഗതം ചെയ്തിട്ടുള്ളത്, അതല്ലാത്ത ഒരു ഉള്ളടക്കത്തെയും പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം CPIM-നില്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ അദ്ദേഹം നേരത്തെ മുഖ്യമന്ത്രി അടക്കം സ്വീകരിച്ച സമീപനത്തിൽ നിന്ന് വേറിട്ടൊരു സമീപനം സ്വീകരിക്കുകയാണെന്ന് കൂടി കാണേണ്ടതുണ്ട്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.